വോട്ടോട്ടത്തിൽ ഓടി പയ്യന്നൂർ മണ്ഡലത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ പയ്യന്നൂർ മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചിത്രം, മണ്ഡലത്തിന്റെ രാഷ്ട്രീയ പോര്, അതിലേക്കൊക്കെ ഞാൻ വരുന്നുണ്ട് സുഹൈൽ. എന്തായാലും ഇവിടുത്തെ രാഷ്ട്രീയം അത് ഏത് നിലയിലാണ് ചർച്ചയാകുന്നത്, തെരഞ്ഞെടുപ്പ് ഏത് നിലയിൽ ജനങ്ങൾ സ്വീകരിക്കുന്നു, ഈ വിവരങ്ങളൊക്കെ തേടി ഇറങ്ങിയപ്പോഴാണ് ഇവിടെ ഒരു ക്ഷേത്ര പരിസരത്ത് ഇവിടെ തെയ്യം നടക്കുന്നത് കണ്ടത് സുഹൈൽ. അത് കളിയാട്ടത്തിന്റെ ഭാഗമായാണ് ഇവിടെ തെയ്യം നടക്കുന്നത്. രാവിലെ 5 മണി മുതൽ ഇവിടെ തെയ്യക്കോലം കെട്ടിയാടുകയാണ്. നമുക്ക് ഈ ആളുകളുടെ പ്രതികരണത്തിലേക്കും വോട്ടിന്റെ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് അല്പസമയം ആ ദൃശ്യങ്ങളൊന്ന് കാണാം. കണ്ണൂരിന്റെ സാംസ്കാരിക തനിമ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, ഇത് പ്രത്യേകം പറയേണ്ടതില്ല. പക്ഷേ തെക്കൻ കേരളത്തിൽ നിന്നൊക്കെ വരുന്ന എന്നെപ്പോലുള്ള ആളുകൾക്ക് ഇത് വലിയ അതിമനോഹരമായ കാഴ്ച കൂടിയാണ്. അതുകൊണ്ട് ആ കാഴ്ച പ്രേക്ഷകരിലേക്ക് കൂടി എത്തിക്കാമെന്ന് കരുതി. അപ്പോൾ എന്തായാലും നമ്മൾ പയ്യന്നൂർ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ വിശേഷങ്ങളിലേക്ക് പോകുകയാണ്. ഇപ്പോൾ ഇവിടെ കുറച്ച് ആളുകളുണ്ട്, നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. എന്തായാലും തെരഞ്ഞെടുപ്പൊക്കെ ആണെങ്കിലും ഈ സാംസ്കാരിക കൂട്ടായ്മകൾക്കൊന്നും കുറവില്ലല്ലേ? ഇത് രാവിലെ മുതൽ തന്നെ തെയ്യക്കോലം കെട്ടിയെടുക്കുകയാണല്ലേ? എത്ര ദിവസം ഉണ്ട് ഇത്? ഇന്ന് അവസാന ദിവസമാണ്. അപ്പോൾ ഈ സാംസ്കാരിക കൂട്ടായ്മയുടെ ഇടയ്ക്ക് രാഷ്ട്രീയ ചൂട് എങ്ങനെ പോകുന്നുണ്ട്? നല്ല രീതിയിൽ പോകുന്നുണ്ട്. എന്താണ് മണ്ഡലത്തിൽ പൊതുവിൽ എങ്ങനെയാണ് ചിത്രം? ഇടതുപക്ഷാനുകൂലമാണ് മണ്ഡലം. അതെന്തായാലും മണ്ഡല രൂപീകരണത്തിന് ശേഷം CPM മാത്രം ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ എതിർപക്ഷത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഈ ക്യാമ്പിൽ നിന്ന് പോയതാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരുപാട് വിവാദ വിഷയങ്ങൾ ഉയർത്തിപ്പോയതാണ്. അത് പ്രതിഫലിക്കുക ഏതെങ്കിലും നിലയിൽ? എന്തുകൊണ്ടാണ്? ടി.ഐ. മധുസൂദൻ എന്ന് പറയുന്നത് 40-45 വർഷമായിട്ട് നമുക്കറിയുന്നവരാണ്. LDFിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ജനങ്ങളോട് ചേർന്ന് നിന്ന് മണ്ഡലത്തിലെ എല്ലാ കാര്യങ്ങളും വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിൽ തെല്ലും ആശങ്കയില്ല. മധുവേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചതിനേക്കാളും കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. പക്ഷേ കുഞ്ഞികൃഷ്ണനും ഈ ക്യാമ്പിൽ നിന്ന് പോയതാണ്. നിലവിലെ MLA-ക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് രക്തസാക്ഷി ഫണ്ട്. അത് വൈകാരിക വിഷയം കൂടിയാണല്ലോ. അപ്പോൾ അത് കേഡർ വോട്ടുകളെ പോലും സ്വാധീനിക്കുമെന്നുള്ളതാണ് UDFിന്റെ പ്രതീക്ഷ. അങ്ങനെയുണ്ടോ? ഇല്ല. സ്ഥാനാർത്ഥിക്കുന്നതിന് പുറമെ മധുവാട്ടൻ എന്നുള്ളത് ഈ നാട്ടുകാർക്ക് അറിയുന്ന ഒരു വ്യക്തിയാണ്. ഈ നാട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. മധുവാട്ടൻ എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിക്ക് അപ്പുറം ഈ നാട്ടിൽ ഓരോ ചെറുപ്പക്കാരുടെ ഇടയിൽ പോലും ചോദിച്ചു കഴിഞ്ഞാലും മധുവാട്ടനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ തേടിയിട്ടുണ്ടാവും. ആ തരത്തിലേക്കാണ് പോകുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ വിവാദങ്ങളൊന്നും മണ്ഡലത്തെ ബാധിക്കുകയില്ല. ഇത് CPIM-ന്റെ ഉറച്ച കോട്ടയാണ്. മണ്ഡല രൂപീകരണത്തിന് ശേഷം CPM മാത്രം വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. അത് ഇത്തവണയും ആവർത്തിക്കുമെന്നുള്ളതാണ് പൊതുവിൽ ആളുകൾ പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ കളിയാട്ടത്തിന്റെ ഭാഗമായി ഇവിടെ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. അല്പം മുമ്പാണ് ഇവിടെ തെയ്യം അവസാനിച്ചത്. നമുക്ക് എന്തായാലും ഇതിന്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുള്ള ചില ആളുകളോട് കൂടി ഈ മണ്ഡലത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കാം. എന്തായി തെരഞ്ഞെടുപ്പൊക്കെ ഇങ്ങനെ അടുത്തല്ലോ, എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷ? തെരഞ്ഞെടുപ്പ് അടുത്തു. ഇപ്പം കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അപ്പോൾ ഭരണം തന്നെ വീണ്ടും വരണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഭരണ തുടർച്ചയാണോ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും. അങ്ങനത്തെ വികസനം ഈ 10 വർഷം ഭരിച്ചല്ലോ, അപ്പോൾ മാറി നിൽക്കട്ടെ എന്നൊരു വിഭാഗം ആളുകൾ പറയുന്നുണ്ടല്ലോ, അതിനോട് എന്താണ് പ്രതികരിക്കാനുള്ളത്? അങ്ങനെ മാറി നിന്നാൽ പിന്നെ മറ്റൊരു വന്നാൽ അത് അവസാനിക്കും. പിന്നെ അയ്യോ, ഇവിടെ ഈ മണ്ഡലത്തിൽ ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉണ്ട്, CPM നേരിടുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ? രണ്ട് വിഭാഗക്കാരെ ഇതാക്കുമല്ലോ, ഒരു കക്ഷി മറ്റേ കക്ഷി എന്തായാലും കുറ്റപ്പെടുത്തുമല്ലോ, അതെല്ലാം സ്വാഭാവികം. അത്രേ ഉള്ളല്ലേ? അപ്പോൾ ചേച്ചി എന്താണ് തോന്നുന്നത്? എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂട്? എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ചൂടിന്റെ ഇടയിൽ തെയ്യം കാണാൻ വന്നതാണല്ലേ? എങ്ങനെയുണ്ട്? നമുക്കെന്ന് ഈ ഭരണത്തിന് തുടർച്ചയായിട്ട് വരണം. 10 വർഷം ഭരിച്ച് നല്ല ഭരണമാണ്. ഇനിയും അവർ തന്നെ വരണം എന്നില്ല ആഗ്രഹം.
ഓക്കെ എന്തായാലും ആ നിലയിലുള്ള പ്രതികരണമാണ് ഇവിടെ വരുന്നത്. ഇതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല, എങ്ങനെയായിരുന്നോ മുൻപുണ്ടായിരുന്നത് അതുപോലെ തന്നെ തുടരും എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള ഊട്ടുപുരയൊക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ ആളുകൾ ഇപ്പോൾ ഒഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. തെയ്യം അല്പം മുമ്പാണ് പുറത്തേക്ക് പോയത്. ഇനി മറ്റ് ചില ചടങ്ങുകൾ പൂർത്തിയാക്കി മടങ്ങി വരും എന്നുള്ളതാണ് ഇവിടെ നിന്ന് ആളുകൾ അറിയിക്കുകയും ചെയ്യുന്നത്. നമുക്ക് ഈ ചേട്ടനോട് കൂടി ചോദിക്കാം. ചേട്ടാ, തെരഞ്ഞെടുപ്പൊക്കെ അടുത്തല്ലോ, എന്താണ് പ്രതീക്ഷ? തെരഞ്ഞെടുപ്പിൽ അതിവിക്രമായിട്ട് മധുവാട്ടൻ ജയിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും മധുവേട്ടൻ അനുകൂലികളാണോ? മധുവാട്ടൻ നമ്മുടെ സ്വന്തമല്ലേ, സ്വന്തം നമ്മുടെ കരടുമാണ്, നമ്മുടെ അടിപൊളി നേതാവുമാണ്. എന്തു പറഞ്ഞാലും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ മധുവാട്ടൻ വിജയിക്കും. മധുവേട്ടനൊപ്പം ഉണ്ടായിരുന്ന ആളാണല്ലോ ഇപ്പോൾ എതിർ ക്യാമ്പിലെ സ്ഥാനാർത്ഥി, അതെങ്ങനെയെങ്കിലും ബാധിക്കുമോ? എതിർ ക്യാമ്പിൽ സ്ഥാനാർത്ഥി എന്ത് പറഞ്ഞാലും ഇനി ആര് വന്നാലും മധുവാട്ടൻ വിജയിക്കും, അത് ഉറപ്പ്. വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിക്കും. ശരി. അപ്പോൾ എല്ലാവരും ഇതൊരു നമുക്കറിയാവുന്ന പോലെ തന്നെ CPM-ന്റെ ഒരു പാർട്ടി കോട്ട എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു ഗ്രാമം കൂടിയാണ്. അപ്പോൾ ആ നിലയിലുള്ള പ്രതികരണമാണ് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു, അല്പസമയം മുമ്പാണ് എല്ലാം അവസാനിച്ചത്. ചേച്ചി വോട്ട് ചെയ്യണ്ടേ? ആർക്കാ വോട്ട് ചെയ്തത് പറയാൻ പറ്റുമോ? ഇല്ല. ശരി, എന്തായാലും വോട്ട് ചെയ്യല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ CPM തുടർച്ചയായി ജയിക്കുന്ന മണ്ഡലമാണെങ്കിലും ഇത്തവണ ഉണ്ടായിട്ടുള്ള ചില രാഷ്ട്രീയ വിവാദങ്ങൾ ഏതെങ്കിലും നിലയിൽ ഈ മണ്ഡലത്തെ സ്വാധീനിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. NDAയുടെ സ്ഥാനാർത്ഥിയായി AP ഗംഗാധരനാണ് ജനവിധി തേടുന്നത്. രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളായിരുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലുതായി ഇവിടുന്ന് ഉയർന്നു കേട്ട വിഷയം. അപ്പോൾ അത്തരം വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കില്ല എന്നുള്ളതാണ് പൊതുവിൽ ഇവിടെ ആളുകൾ പറയുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അതാണ് ഈ പയ്യന്നൂരിലെ വിശേഷങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.